ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വർത്താനം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ രാവിലെ ഞാൻ ഇതാക്കണേ ചൂടപ്പം പോലത്തെ വീഡിയോ എടുക്കാനായിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞതാണ് കേട്ടോ. അതാ വീഡിയോ ഒക്കെ ക്യാമറ ഒക്കെ ഓണാക്കിയിട്ട് ഞാനൊരു മാങ്ങയും തിന്നിട്ട് ഇരിക്കുകയാണ്. ഇന്ന് എന്താ ഇപ്പം നമുക്ക് കണ്ടന്റ് ആക്കുക എന്ന് ആലോചിച്ചിട്ട് കേട്ടോ. നമ്മളെ ചെറിയ ഓരോ യൂട്യൂബർമാർക്കും ചിന്ത തന്നെയൊക്കെ നേരം വെളുക്കുമ്പോൾ അതിന് എന്താ ഇപ്പം ഇന്ന് വീഡിയോ എടുക്കുക എന്നുള്ളത്. എന്തെങ്കിലുമൊക്കെ ഇടണമല്ലോ, നമ്മളൊരു ജോലിയാണല്ലോ അത്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഒരുപാട് ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ടോ ഷോർട്സ് ഇട്ടിട്ടോ ഒക്കെ ഒരുപാട് ദിവസമായി. എന്തൊക്കെയോ തട്ടിമുട്ടി പിന്നെ കുറച്ച് വിരുന്നുകാരും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. പിന്നെ അമ്പലപരിപാടി, പൂരപ്പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട് സ്കൂൾ പരിപാടിയും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് ദിവസങ്ങൾ പോയി കഴിഞ്ഞ്. ഏതായാലും തിരക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്കൂൾ പൂട്ടിയിരിക്കണമല്ലോ, ഇനിയിപ്പോൾ ഇവിടുന്ന് ആ തിരക്ക് ചോദിച്ചാൽ ഇന്നല്ല നമുക്ക് തിരക്ക് വരാൻ പോണത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും ചൂടപ്പം പോലത്തെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തൊക്കെയുണ്ട്? സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി ദിവസം വീഡിയോ ഇടണമെന്ന് മനസ്സിലുണ്ട്. നടക്കും അറിയില്ല, ഇൻഷാല്ലാ നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ ചിലരെങ്കിലും വിചാരിക്കൂലേ പഴയ ചാക്കും എൻ്റെ വാക്കും ഒരുപോലെയാണെന്നില്ല, ഇത് കുറേ നമ്മൾ കേട്ടതാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അങ്ങനെയൊന്നല്ല, ഞാൻ വരുന്നുണ്ട്, ദിവസം ഇനി വരുന്നുണ്ട് വീഡിയോ ആയിട്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുകയാണെങ്കിൽ ഇതാ ഇങ്ങനെ തന്നെയാണ്. കുറച്ച് ക്ലീൻ ചെയ്താലോ. സ്കൂളൊക്കെ പൂട്ടിയ സ്ഥിതിക്ക് ഇതാക്കണ 8:10 എന്നൊക്കെ പറഞ്ഞിട്ട് 8:10 എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഓരോരോ പണികളും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഏതായാലും നല്ല തിരക്കുള്ള ദിവസം തന്നെയാണ് കേട്ടോ. രാവിലെ തന്നെ ഞാൻ മിഷീമ ഇരുന്ന് കുറേ നേരം അങ്ങനെ പോയി. അതുകൊണ്ട് തന്നെ രാവിലത്തെ ഒരു പണികളും ഒരുങ്ങിയിട്ടില്ല. ഇവിടുന്ന് അങ്ങോട്ട് സ്റ്റാർട്ടാക്കുകയാണ് കേട്ടോ. നമ്മളെ വീടിൻ്റെ ചേലും കോലങ്ങൾ കണ്ടിക്കണമല്ലോ. അപ്പോൾ തുണി മടക്കാൻ കുറേ ഇതാക്കണേ. സമയം നോക്കുകയാണെങ്കിലും സമയം അങ്ങനെ നോക്കൊന്നും വേണ്ട, ഒരുപാട് സമയമായിട്ടുണ്ട്. ഒരു പണി ഞങ്ങൾ ഒരുക്കിയിട്ടില്ല. ഞാനും കുഞ്ഞാറ്റി മാത്രമേ ഉള്ളൂ ഇവിടെ. കണ്ണനെ അങ്ങോട്ടോ പോയി, മൂപ്പരാണെങ്കിൽ പണിക്കും പോയിട്ടിരുന്ന്. ഉണ്ണിമോളാണെങ്കിൽ ഓളെ തുണക്കാര്യത്തിൻ്റെ കുടിൽക്കലിന് പോയതാണ് കേട്ടോ ഇതുവരെ. അപ്പോൾ ബീഷോന്ന് ഒരു ചുരിദാർ ബിറ്റ് എടുത്തുനിന്ന് അതൊക്കെ ഇന്നലെ രാത്രി അടിച്ചുണ്ടാക്കിന്ന് രാവിലെ അതിൻ്റെ പകുതി പണികളൊക്കെ കഴിച്ചിട്ട് ഓളിട്ടിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അത് വീഡിയോ എടുക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ ഞാൻ കേട്ടോ. ഇനിയിപ്പോൾ കുളിയും തേവാരൊന്നും കഴിഞ്ഞിട്ടില്ല. സമയമാണെങ്കിൽ കുതിരവണ്ടി പോലെ പോക്കാണ് പോയോണ്ടിരിക്കണത്. ഇനിയിപ്പോൾ ഏതായാലും ഞാൻ എൻ്റെ പണി എടുക്കട്ടെ. നമ്മളെ അകത്തിൻ്റെ ചേലാണ് ഈ കിടക്കുന്നത്. കുറേ തുണിമണികളത് അവിടെ ഇവിടെയൊക്കെ വാരി വിതറിയിട്ടാണ്. നമുക്കതാണെങ്കിൽ ചെറിയ കുട്ടികളൊന്നുമില്ല. എൻ്റെ ചെറിയ കുട്ടിക്ക് തന്നെ 13 വയസ്സായിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ്. ഏതായാലും മടി വന്നാൽ എങ്ങനെ ഉണ്ടാവും. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് സ്റ്റാർട്ടാക്കാം. നമ്മൾ ചൂടപ്പം പോലത്തെ വീഡിയോ ആണ് ഇപ്പോൾ ഇന്ന് ഇടുന്നത്. കാരണം ഇന്നെന്താ വെച്ചാൽ ഇന്ന് ഈസ്റ്ററാണ്. നല്ലൊരു ദിവസത്തിലാണ് നമ്മളിങ്ങനെ ചീഞ്ഞ് അളിഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ ഏതായാലും എല്ലാം കൂടി ഒന്ന് റെഡിയാക്കാം. ക്ലീൻ ആയിക്കോട്ടെ അല്ലേ, നല്ല ഉഷാറായിട്ടാണ് ക്ലീൻ ആയിക്കോട്ടെ. പിന്നെ നമ്മളെ മെഷീൻ ഇതാട്ടോ, ജിക്കി എന്നാണ് പേര്. നല്ല പേര് അല്ലേ, കൊറിയൻകാരാ മറ്റേ ജിമ്മിയൊക്കെ ഉണ്ടല്ലോ, അതേപോലെ തന്നെ ജിക്കി. നല്ല പേരിലൊരു മെഷീനാണ്. നല്ലൊരു തിരക്കേടില്ലാത്തൊരു മെഷീനാണ്. നോക്കട്ടെ, ഇപ്പം നമ്മൾ അടുത്തല്ലേ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അതാണ് നമ്മളെ മെഷീൻ. അപ്പോൾ അടിയോടടിയാണ്. അത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഫുൾ അടിയാണ്. പിന്നെ നമ്മളെ മാക്സിബിറ്റ് ഇതാ വിഷുവിനുകളിൽ ഇറക്കുന്നുണ്ട്. അപ്പം മുടങ്ങാതെ ഒന്ന് വീഡിയോ കാണണം, ഷോർട്സ് കാണാം. പിന്നെ കഴിയുന്നതും നമ്മളൊക്കെ ഒന്ന് സപ്പോർട്ട് ആക്കിക്കോളിട്ടോ. നമ്മൾ ഇതാണ് നാളെ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ്. ഡ്രസ്സല്ല, ബിറ്റുകൾ എടുക്കാൻ പോവുകയാണ്. മാക്സി മാത്രമേ എടുക്കണുള്ളൂ. മാക്സി മാത്രമേ അടിക്കാൻ പറ്റുള്ളൂ എന്നല്ല കേട്ടോ. അതിനോട് ഇഷ്ടംപോലെ നമ്മൾ വാങ്ങി നമ്മളടുത്ത് അടിക്കാൻ തന്നത് മുഴുവനും ചുരിദാറായിട്ടാണ്. മാക്സി ബിറ്റ് എടുക്കുക, ചുരിദാർ അടിക്കുക, കുർത്തി അടിക്കുക, അങ്ങനത്തെ പരിപാടികളാണ് ഉള്ളത്. നെറ്റി ഫ്രോക്ക് അടിക്കുക, അങ്ങനെയൊക്കെയാണുള്ളത്. അപ്പോൾ ഏതായാലും അത് നമുക്ക് പിന്നെ പറയാം. അങ്ങനെ എൻ്റെ ഏകദേശം പണികൾ ഇതാക്കണ് ഒരുങ്ങിയിട്ടില്ല, ഫുള്ളായിട്ട് എടുക്കാനുള്ളതാണ്. പിന്നെ ഇന്നലെ നമുക്ക് 2 വിരുന്നുകാരുണ്ടെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. മൂത്തച്ഛൻ്റെ 2 കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓലെ കൊണ്ടാക്കിയപ്പോൾ നമ്മളെ അമ്മ ഉണ്ട്, ചാത്തല്ലൂർ നമ്മളെ അമ്മായിയമ്മ കുറച്ച് ചീരയൊക്കെ കൊടുത്തയച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചീരത്താളിപ്പ് ഉണ്ടാക്കണം, ചീരൻ്റെ എന്തെങ്കിലും കറി ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ അടുക്കള നോക്കുകയാണെങ്കിൽ ഇതാ പൂരപ്പറമ്പ് ഉണ്ടാവില്ല, ഇങ്ങനത്തെ ചേലും കോലട്ടോ അമ്മാതിരിയാണ് കിടക്കണത്. രാവിലെ മുതൽ ഇന്നലെ രാത്രിക്കത്തെ പാത്രം ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് ഭാഗ്യത്തിന്. അപ്പോൾ ഇന്ന് രാവിലെ ഇതാ പുട്ടുണ്ടാക്കിയത്, ചായ ഉണ്ടാക്കിയത്, അങ്ങനെ അല്ലറ ചില്ലറ ഭയങ്കര പണികളാണുള്ളത്. പിന്നെ പഴക്കോലുണ്ട് അവിടെ, പച്ചപ്പഴം പഴുത്തപ്പഴം ഒക്കെ ഉണ്ട്. കാരണം വില കുറഞ്ഞിട്ടുണ്ടല്ലോ, നല്ലപോലെ വില കുറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളെ തോട്ടത്തിലത്തെ വാഴയ്ക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, നേന്ത്രക്കാലയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഭാഗ്യത്തിന്. പക്ഷെ വലിയ വിലയും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ആ ഒരു കിട്ടിയ വിലയ്ക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിത്തരാമെന്നും കൂടി മൂപ്പര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് വീഡിയോയിൽ കാണാം കേട്ടോ. ഇന്നത്തെ അല്ല, എന്നത്തെങ്കിലും. പിന്നെ ചോറിന് വെള്ളം ഞാൻ പുറത്ത് അടുപ്പത്ത് വെച്ച്, കാരണം ഇവിടെ സ്ഥലമില്ലായിരുന്നു കേട്ടോ. വീതനമേലൊന്നും തീരെ സ്ഥലമില്ലായിരുന്നു. ഫുള്ള് പാത്രങ്ങൾ നിരത്തിയിട്ടൊക്കെയായിരുന്നു കേട്ടോ, ഫുള്ള് നിരത്തിയിട്ടൊക്കെയെന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു വൃത്തികെട്ട അടുക്കള ചിലപ്പോൾ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഇനിയിപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാൻ തുടങ്ങാം കേട്ടോ.
അപ്പം വേഗം തുടങ്ങട്ടെ. കാരണം ഇന്ന് ഞാൻ വൈകുന്നേരം രാത്രിക്കുള്ള ചോറും കൂടി കൊണ്ട് വെക്കുന്നുണ്ട്. ഇനിയിപ്പം ഏതായാലും അടുക്കളയിൽ കയറൂല, ഇത്രയും സമയമായിട്ടുണ്ടല്ലോ. പോയിട്ട് വേഗം 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 ഒന്ന് എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇങ്ങനെ മടിച്ച് നിൽക്കുകയാണെങ്കിൽ ഇതാ എൻ്റെ ഒപ്പം തന്നെ പോകുന്നോളൂ. എൻ്റെ ഒപ്പം പോരുമ്പോഴാണ് നിങ്ങൾക്ക് ഇന്നെക്കാട്ടിൽ സ്പീഡിൽ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മളെ കുഞ്ഞാറ്റയാണ്, ഉണ്ണിമോൾ ഇവിടെ ഇല്ലാത്ത അഭാവത്തിൽ കുഞ്ഞാറ്റയാണ് പാത്രം കഴുകുന്നത്. അടിച്ചു വാരൽ പാത്രം കഴുകൽ ഏതാ എനിക്ക് വേണ്ടിയെ ചോദിച്ചപ്പം ഓള് പറഞ്ഞു എനിക്ക് അടിച്ചു വാരണ്ട, കാരണം ഇഷ്ടംപോലെ തുണി മടക്കാനും എടുത്ത് പൊറുക്കി വെക്കാനൊക്കെ ഉണ്ട്, ഞാൻ പാത്രം കഴുകിക്കൊണ്ട്. അങ്ങനെ ഓള് പാത്രം കഴുകുന്നുണ്ട്. അപ്പോൾ ഞാനാണ് അടിച്ചു വാരുന്ന ആൾ. അടിച്ചു വാരുന്ന ആളാകുമ്പോൾ തുടക്കൽ നിർബന്ധമാണ്. അടിച്ചു വാരുന്ന ആൾ തന്നെയാണ് തുടക്കേണ്ടത്. പിന്നെ തുണിമലകൾ കിടക്കണുണ്ടില്ലേ, ഇന്നലെ ഒന്നും കൊണ്ടുവന്നിട്ട് ഉണങ്ങിയത് കൊണ്ടുവന്നിട്ട് അപ്പം തന്നെ മടക്കി വെച്ചിട്ടില്ല. ഒരുപാട് തിരുമ്പാനും ഒരുപാട് ഉണക്കാനും എനിക്കിഷ്ടമാണ്. പക്ഷെ മടക്കി എടുത്ത് വെക്കുക എന്നുള്ളത് ഭയങ്കര ഒരു ദേഷ്യം പിടിച്ച കാര്യമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ ഒന്ന് മടക്കി വെക്കാഞ്ഞത്. ഞങ്ങളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ പറയാൻ കാരണം മക്കൾ രണ്ടാളും ഇതാക്കണം, കുറച്ചുകൂടി വലിയ കുട്ടികളായിരിക്കണം. ഇനി പോലത് തിരുമ്പട്ടെ. സ്കൂളുണ്ടാകുമ്പോൾ എങ്ങനെയായാലും ഞാൻ തന്നെയാണ് തിരുമ്പി കൊടുക്കൽ. ഇനിയിപ്പോൾ 2 മാസം ലീവാണല്ലോ. അപ്പോൾ ഇനി ഓല തന്നെയാണ് തിരുമ്പി ഉണക്കിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഓരത് ഞാൻ കൊണ്ടുപോകണില്ല. ഞാൻ അച്ഛൻ്റെയും മകൻ്റെയും ഇൻ്റെയും മാത്രമേ കൊണ്ടുപോകലുള്ളൂ. അതുകൊണ്ട് ഓല് മടക്കൂല്ല കേട്ടോ. ചീത്തറിഞ്ഞാലൊക്കെ മടക്കും. പിന്നെ ഓലത് ഇല്ലല്ലോ എന്ന് വിചാരിച്ചു ഞാൻ തന്നെ കുറച്ചല്ലേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഞാൻ തന്നെ മടക്കി വെക്കലാണ്. അപ്പം എൻ്റെ പോലെ തന്നെ ഇതാക്കണ എന്തേലും പണിയെടുക്കാനായിട്ട് ഇതാക്കണ പാട്ട് നിർബന്ധമാണ് കേട്ടോ. ഊണ് കഴിഞ്ഞാൽ ഒരു മുറുക്ക് നിർബന്ധമാണെന്ന് പറഞ്ഞ പോലെ ഇവിടെ എന്തേലും പണി എടുക്കണമെങ്കിൽ അപ്പോൾ ഒരു പാട്ട് നിർബന്ധമാണ് കേട്ടോ. നല്ല അടിച്ച് പൊളിച്ച് പാട്ട് തന്നെയാണ് ഇപ്പോൾ പാടിക്കൊണ്ട് നിൽക്കുന്നത്. അതും പാട്ട് ഹനാൻ്റെ പാട്ടാണ്. നമ്മളെ തൊട്ടടുത്താണ് ഹനാൻ അറിയില്ല, നല്ല പാട്ടുകാരനല്ലേ, ഹനൻ ഷാ. അപ്പോൾ മൂപ്പര പാട്ടാണ് ഓരോ പാട്ടാണ് കേട്ടുകൊണ്ട് നിൽക്കുന്നത്. നല്ല ഏതാപ്പം പടം എന്ന് പറഞ്ഞ പ്രഗൽഭനോ അങ്ങനെ എന്തോ ഒരു പടമാണ്. ഏതായാലും നല്ലൊരു പാട്ടാണ് പാടിക്കൊണ്ട് നിൽക്കുന്നത്. നല്ല മുട്ടില്ല, അടിച്ച് പൊളിച്ച് തിമിർത്തിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പോൾ ആ ഒരു ഓളത്തിലാണ്ട് ആ ഒരു തുണി മടക്കലാണെങ്കിലും അടിച്ചു വാരലാണെങ്കിലും പാത്രം കഴുകലാണെങ്കിലും എല്ലാ പണികളും പോയിക്കോളും. അതാണ് ഒരു സമാധാനമുള്ളത്. ഇതാണ് ഈ വോളിയം അങ്ങ് പീഡിയൻ്റെ അവിടെ വരെ കേൾക്കാൻ മാത്രമുണ്ട്. അപ്പോൾ അതൊന്ന് കുറച്ച് വെക്കുകയാണ് കേട്ടോ. മക്കൾ പാട്ട് കേൾക്കുമ്പോൾ അങ്ങനെയാണ്. ചിലപ്പം എനിക്ക് തോന്നും ആ ഒരു ഒച്ച കാരണം ഓടൊക്കെ തീർച്ചപ്പുറം പോയിട്ട് പിന്നെ ഇങ്ങോട്ട് തന്നെ വരുന്നുണ്ടോ എന്നൊക്കെ തോന്നും. അമ്മാതിരി ഒച്ചയും വിളിയൊക്കെ ഉണ്ടാവും ഇവിടെ. സ്റ്റേജ് 1 പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്റ്റേജ് 2 പരിപാടിയാണ് കേട്ടോ. അപ്പം കൊലയിലും അതേപോലെ തന്നെ ഒരു റൂമിലും പരിപാടികൾ കഴിഞ്ഞ് തട്ടിക്കൂട്ടലും അടിച്ചുവാരലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഹാളിലും ഒരു റൂമിലത്തെയും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ളത് മെഷീൻ്റെ ഏരിയ ആണ്. അതിപ്പോൾ ഞാൻ തന്നെ അടിച്ചു വരണം, അല്ലെങ്കിൽ ഞാൻ തന്നെ അടിച്ചു വരണം ഈ ഒരു ഏരിയ കേട്ടോ. ഇവിടെ മക്കൾ അടിച്ചു വാരി എനിക്കൊരു തൃപ്തിയാകില്ല. അതുകൊണ്ട് ഞാൻ തന്നെയാണ് ഈ ഒരു ഏരിയ അടിച്ചു വാരിട്ടുള്ളത്. പിന്നെ നമ്മളെ കട്ടിലൊക്കെ ഒന്ന് തട്ടിക്കൊട്ടണം. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വീണ് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഒരു മെഷീൻ്റെ ആ ഒരു വെക്കണ ഏരിയ ഉണ്ടല്ലോ, മെഷീൻ്റെ ഏരിയ എന്ന് പറയുകയാണെങ്കിലും എപ്പോഴും വൃത്തിയില്ലാതെയാണ് കിടക്കട്ടോ. എപ്പോഴും വൃത്തിയാക്കേണ്ട ഒരു ഏരിയയാണ് മെഷീൻ്റെ ഏരിയ, മെഷീനൊക്കെ വെച്ച ഏരിയ. പക്ഷേ തുണിമണികളും അവിടെ ഇവിടെയൊക്കെ വെട്ട് കഷ്ണങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ഉള്ളി പൊറുക്കി വെക്കേണ്ടത് അത്യാവശ്യമാണ്. എടുത്ത സാധനം അപ്പം എടുത്ത് വെക്കണമല്ലോ, അതാണല്ലോ അതിൻ്റെ ഒരു മര്യാദ. അപ്പം നമുക്ക് ഈ തയ്യൽക്കാർക്ക് ഉണ്ടല്ലോ, തയ്യൽക്കാർക്ക് അത് നിർബന്ധേ അല്ല അതല്ല. പക്ഷെ നേരം ഉണ്ടായി കിട്ടില്ല കേട്ടോ. ഒരു തുണി വെട്ടിക്കഴിഞ്ഞാൽ അതൊന്ന് അടിച്ചു വാരി നീക്കുമ്പോഴത്തേന് അടുത്ത തുണി വെട്ടാനായി. പിന്നെ എങ്ങനെയാണ് അവിടെ വൃത്തിയാക്കിയിടുക. അപ്പോൾ അങ്ങനെയാണില്ലത്. അങ്ങനെ ആ ഒരു ഏരിയ വൃത്തിയാക്കി. ഒരുപാട് പണികളുണ്ടെന്ന്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി പിന്നെ ഇനി എന്തെല്ലാം പരിപാടി. അപ്പോൾ ഇതിന് ഇവിടെ അടിച്ചുവാരല്ല പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ പണിയാട്ടോ. അപ്പം ഫോണിൽ ഇതാകണ് ഫ്രണ്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ അവളോട് വർത്താനം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പണികൾ ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ഇതാക്കണം. ഞാൻ ചീര കൊടുത്തിട്ടുണ്ട് പറഞ്ഞില്ല, ഇന്നലെ ചാത്തല്ലൂരിൽ നിന്ന് ചീര കൊടുത്താണ്. നല്ല പച്ച ചീര കേട്ടോ, നല്ല രസമുണ്ട്. ഇന്നലെ ചുമന്ന ചീര നമുക്ക് കിട്ടിയിരുന്നത്, ഇന്ന് പച്ച ചീരയാട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനൊന്ന് തോരൻ വെക്കാമെന്ന് വിചാരിച്ച് തേങ്ങയൊക്കെ ഇട്ട് തോരൻ വെച്ചാൽ അടിപൊളിയാകുമല്ലോ. സമയം നോക്കണ്ട, സമയം അതാ 1 മണിയോട് അടുത്തിട്ടുണ്ട്. ബേജാറുണ്ട്, കാരണം മൂപ്പരെങ്ങാൻ ചോറിന് കയറി വന്നാൽ കറിയില്ല എന്ന് പറയാൻ പറ്റൂലല്ലോ. ആ 2 വാക്കാണ്ട് പറഞ്ഞാൽ പിന്നെ എന്താ ഇക്കാരം കഥ, എന്തേന്നും എനിക്ക് ഇത്ര പണി എന്നുള്ളത്. എടുത്ത പണികളൊന്നും വെള്ളത്തിലാണ്ട് ഒലിച്ചു പോലെ ഇക്കാരട്ടോ. അപ്പം നമ്മൾ അത് പറയിപ്പിക്കാൻ നിൽക്കണ്ട, പെട്ടെന്ന് കറി ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ ഉപ്പേരി ഉണ്ടാക്കാമെന്ന് ആദ്യം വിചാരിച്ചു താളിക്കാം. ഇന്നലെ രാത്രിക്കത്തെ കുറച്ച് മീനുണ്ട് അവിടെ, ഉണക്കമീൻ പൊരിച്ചുണ്ട്. അപ്പോൾ അതും കൂടിയും കൂട്ടിയിട്ട് താളിക്കാം. നമ്മളെ ചീരത്താളിപ്പും കൂടി ആയാൽ ഉഷാറാകുമല്ലോ എന്ന് വിചാരിച്ചതേന്ന്. പക്ഷേ പിന്നെ വിചാരിച്ചു ചീര കുറച്ച് തോനുണ്ടല്ലോ, നമുക്ക് ഉപ്പേരി വെക്കാം, തേങ്ങയൊക്കെ ഇട്ടിട്ട് ഉപ്പേരി വെക്കാന്നുള്ളത്.
അങ്ങനെ ഉപ്പേരിക്ക് അരിയാനുള്ള ഒരു പരിപാടി. അപ്പോൾ ഞാൻ ഫോൺ ചെയ്തിട്ട് അങ്ങനെ വർത്താനം പറഞ്ഞിട്ട് അങ്ങനെ ഓരോ പണികൾ എടുക്കുന്നുണ്ട്. നമുക്ക് ഇതാക്കണ പണി എടുക്കാനായിട്ട് എന്തെങ്കിലും ഒരു രസം വേണം കേട്ടോ. അല്ലെങ്കിൽ പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലൊക്കെ വർത്താനം പറയുക, അങ്ങനെയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അവിടെ ഇതാക്കണ മറ്റോള് അടിച്ചുവാരലും പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഓള് ഇതാക്കണ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വർത്താനം പറഞ്ഞിട്ട് ഇരിക്കുക ഞങ്ങൾ രണ്ടാളും കൂടി. പിന്നെ ഓള് നീച്ച് പോയിട്ടുണ്ട്, ഓള് എവിടെക്കോ പോയി നീച്ച് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്കൂൾ കൂട്ടിയതല്ലേ, കാണാൻ കിട്ടുമൊന്നുമില്ല. അല്ലെങ്കിൽ വർത്താനം പറയാനായിക്കൂടാണ്ട് പോകും, അല്ലെങ്കിൽ ഓരോരോ പണികളിലേക്കാരോ ഓലേതായ പണികൾ ഇട്ട്, അല്ലാതെ അപ്പം നമ്മളെ സഹായിക്കാനുള്ള പരിപാടികളൊന്നുമല്ല. അങ്ങനെ അടുക്കള ഞാൻ ഏകദേശം ഒന്ന് വൃത്തിയാക്കി സമാധാനമായിട്ട്. അപ്പം കറി എന്ന് പറയുകയാണെങ്കിൽ ഉള്ളിയും തക്കാളിയും വെറുതെ ഒരു കറി വെച്ചു, മുളകും പൊടികളൊക്കെ ഇട്ടിട്ട് പിന്നെ ഉപ്പേരി ഇതാക്കുന്നത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാക്കണം നമുക്ക് ഉണക്കമീൻ ഉണ്ടല്ലോ, പിന്നെ എല്ലാതും വൃത്തിയാക്കി തുടച്ച് വൃത്തിയാക്കി ചോറും റെഡി ആയിട്ടുണ്ട്. രാവിലത്തെ ചായയും പുട്ടുമാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഉണക്കമീൻ ഇത്രയും കൂടി ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് വേണം വേറെ മീൻ വാങ്ങണമെങ്കിൽ. അപ്പോൾ അടുക്കളയും കൂടി അടിച്ചു വാരി പുറത്തേക്ക് ആക്കിയിട്ടുണ്ട്. ഇവിടെ ഇത്രയാണ് ചെമ്മലാണ് ഉണ്ടെന്നുള്ളത്. പിന്നെ കാറ്റുണ്ടായിരുന്നു, നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടിച്ചു വാരി അതൊക്കെ റിട്ടേൺ വരികയായിരുന്നു. പിന്നെ പോത്തിനില്ല കാടിയും കൂടി വെച്ചപ്പോൾ എനിക്കൊരു സമാധാനമായി. ഇനിയിപ്പോൾ ഇവിടെ ഒന്ന് അടിച്ചു വാരിയിട്ട് ഒന്ന് മേല് കഴുകണം. പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേനൊന്ന് പുഴയിൽ പോയിട്ട് കുറച്ച് നമ്മൾ തിരുമ്പിയിട്ടില്ലല്ലോ, പുഴയിൽ പോയിട്ടൊന്ന് വൃത്തിയായിട്ട് തേച്ചരച്ച് കുളിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു തക്കാളി പറിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇന്നാൾ പറിച്ചതായിരുന്നു, ഒരൊറ്റ ഒന്നേ പഴുത്തിട്ടുണ്ടായിരുന്നു. ഇത് അയൽക്കൂട്ടത്തിൽ നിന്ന് കിട്ടിയതാണ്. തക്കാളിയും വഴുതനയും മുളകും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കാബേജൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കേടന്ന് പോയി. ഇപ്പോൾ തക്കാളി ഉണ്ടായിട്ടുണ്ട്. കുറച്ച് തക്കാളിയേ ഉള്ളൂ. കുറേ തക്കാളി ഉണ്ടാക്കാൻ എന്തെങ്കിലും ഒരു വളപ്രയോഗം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നോളൂ കേട്ടോ. നമ്മൾ വലിയ കൃഷിക്കാരാണ് പറഞ്ഞിട്ട് അല്ല, തക്കാളിയൊന്നും ഇതുവരെ വളർത്തിയില്ല, പരിചയമല്ല. അപ്പോൾ ഇങ്ങനെയാണുള്ളത്. എനിക്ക് ഇഷ്ടമാണ് കേട്ടോ, തക്കാളി ഉണ്ടാകുന്ന എനിക്ക് ഇഷ്ടമാണ്. നല്ല കുറേ ഉണ്ടാവുമല്ലോ, തക്കാളി ഉണ്ടാകുമ്പോൾ കുറേ ഉണ്ടാവും. പിന്നെ ഇവിടെ ഇത്തിരി സ്ഥലത്ത് മറിച്ചുണ്ടാക്കിയിട്ടാണ് നമ്മൾ തക്കാളി കുഴിച്ചിട്ടിട്ടില്ല, ഇല്ലെങ്കിൽ കോഴികളൊക്കെ കൊത്തിയിട്ട് ആകപ്പാടെ കേടെടുത്തും വിചാരിച്ചിട്ടാണ്. അങ്ങനെ എൻ്റെ കുളിയും കൂടി ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഒന്ന് മേല് കഴുകി വന്നിട്ടുള്ളൂ, തലേന്ന് നനക്കാതെ മേല് കഴുകി വന്നു. പിന്നെ ഇതൊക്കെ തന്നെയാണ് വൃത്തിയാക്കിയിട്ടുള്ളത്. ഇവിടെയൊക്കെ ഒന്ന് ആകെ അലമ്പായി കിടക്കുന്നു. ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി റെഡിയാക്കി സെറ്റപ്പാക്കി. ഇനിയിപ്പോൾ കടക്കൊക്കെ ഒന്ന് വിരിച്ചിട്ട് കാണുമ്പോൾ തന്നെ ഒരു സമാധാനമാണല്ലോ, ഒരു സന്തോഷമാണ്. ആരെങ്കിലുമൊക്കെ ഒന്ന് വീട്ടിൽ കയറുമ്പോഴല്ലേ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. പിന്നെ ഇവിടെയൊക്കെ ഒന്ന് റെഡിയാക്കാണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് റെഡിയാക്കി. ഇനിയിപ്പോൾ ഇവിടെയാണുള്ളത് മക്കളെ റൂമാണ്. മക്കളെ റൂമിൽ തുണി മടക്കാനൊരു ഇത്തിരി ഉണ്ട്, പക്ഷെ അത് ഞാൻ ചെയ്തിട്ടില്ല. അത് ഓൾക്ക് എന്തെങ്കിലുമൊക്കെ പണിയാണല്ലോ. അപ്പോൾ പിന്നെ അടിച്ചു വാരലും തുടക്കലും അതേപോലെ തന്നെ ബെഡ്ഷീറ്റ് മടക്കലും ഒക്കെ അങ്ങോട്ട് ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് തുണി മടക്കാനുണ്ട് കേട്ടോ. പിന്നെ ഹാളും തന്നെ എല്ലാം സെറ്റപ്പാക്കി. ഹാളിൻ്റെ അവിടെ സ്റ്റെബിലൈസർ വെക്കുന്നിടത്ത് ഒരു സ്റ്റാൻഡ് വെക്കണം എന്നുണ്ട്, അതൊന്ന് പോയി വാങ്ങണം. അപ്പോൾ നമ്മളെ മേശമ്മലാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളെ കൊലയിലാണ് ചെന്നാൽ കൊലയുമ്പത്തെ റൂമും തന്നെ നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ജനാലൊക്കെ ഒന്ന് തുറന്നിട്ട്. ഭയങ്കര ചൂടും വെയിലുമാണ്. മറ്റുള്ള അവിടെ എന്തൊക്കെയോ ഒരു പണിയിലാണ്. അപ്പോൾ അതിന് നമ്മളെ മൂപ്പര് വന്നിട്ടോ ചോറ് തിന്നാനായിട്ട്. ഭാഗ്യത്തിന് കറിയും കാര്യങ്ങളൊക്കെ ആയപ്പോഴാണ് വന്നത്. ഇനി ഞങ്ങളിന്ന് ചോറ് തിന്നട്ടെ. ചോറിനാണ് കാത്ത് നിൽക്കുന്നുണ്ട്. ആകെ നനഞ്ഞ പുഴയെന്നല്ല വരുന്നത്, അപ്പോൾ ആകെ നനഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ പുറത്തിരുന്ന് ചോറ് തിന്നാന്നില്ല ഇതിലാണ്. ഏതായാലും ഞാനും തന്നെ ചോറ് തിന്നാനുള്ള പരിപാടിയിലായിരുന്നു. മൂപ്പര് വന്നപ്പോൾ ഞാൻ കണ്ടോളാം ഒപ്പം ഇരുന്ന് ചോറ് തിന്നട്ടെ കേട്ടോ. അപ്പോൾ മൂപ്പരെന്താകണം അവിടെ ഇരുന്ന് ചോറ് തിന്നുന്നുണ്ട്, ഞാനും തന്നെ ചോറ് തിന്നട്ടെ. കൂട്ടത്തിൽ ഞാനും കൂടിയാണ് തിന്നാലേ, അതും കൂടിയാണ് കഴിയുമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. കൂടുതലായിട്ട് വലിച്ചു നീട്ടാനൊന്നുമില്ല. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പോയിട്ടൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് കൂടി ചെയ്തോളിട്ടോ. ഹൈപ്പും കൂടി ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഇനിയിപ്പോൾ ഒരു വിശ്രമമാകാമല്ലോ, അശോകന് ക്ഷീണമാകാമെന്ന് പറഞ്ഞ പോലെ ഞാനൊന്ന് ക്ഷീണിച്ചു. ഞാൻ ഇത്തിരി നേരം കിടക്കട്ടെ, എന്നിട്ട് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യണം, പോസ്റ്റ് ചെയ്യണം, അങ്ങനെ ഒരുപാട് പണികൾ ഇനിയും ഉണ്ട്.